തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. 23-ാം തീയതി റിസൾട്ട് സംഭവിക്കുമ്പോൾ ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. ഇനി ആരും സൂത്രം കാണിച്ചാ. പാലക്കാട് വളരെ ആധികാരികമായി വളരെ സമഗ്രമായി വിജയിക്കുന്നു. 17,907 വോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. നേരമെടുക്കുമ്പോ ഈ നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലോ. പാലക്കാടിന്റെ MLA ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ചു നിർത്തുന്നതും. എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഞങ്ങള് തവണ പാലക്കാട് വിജയിക്കും. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. 1 ഇഞ്ച് പോലും പുറകോട്ടില്ല. സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വരുന്നത് 55-ാം ബൂത്തിന് ശേഷമാണ്. അപ്പോൾ 6ാമത്തെ റൗണ്ടിലാണ്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. എന്നാൽ ഇക്കുറി കൃഷ്ണകുമാറിന് സംഭവിച്ചിരിക്കുന്നത് സാറിന്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ഇലക്ഷനിലെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ UDF-ഉമായിട്ടുണ്ടായിരുന്ന ഡിഫറൻസിനേക്കാൾ ഒരിരട്ടി അധികം ഡിഫറൻസ് തവണ ഉണ്ട്. അത്ര കുഴപ്പമുണ്ടോ നമ്മൾ ജയിക്കുന്നു? പക്ഷേ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ചരിത്രത്തിലാദ്യമായി ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റി മേഖലയിൽ 4000 വോട്ട് ഭൂരിപക്ഷം നേടുന്നു കോൺഗ്രസ്. ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ നമുക്ക് ചാടിച്ചത്താലോ ചെയ്യാം. ചേലക്കരയിൽ UDF വിജയിക്കാൻ പോകുന്നത് എത്ര ഭൂരിപക്ഷത്തിലായിരിക്കും എന്നുള്ളത് News 18 പ്രേക്ഷകർ കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. News 18 അതുകൂടി പ്രഖ്യാപിക്കണം എന്നൊരു ചലഞ്ച് മുന്നോട്ട് വെക്കുകയാണ്. ചോദിച്ചു മേടിച്ചതാ സാറേ. ചേലക്കര നിശ്ചയമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിജയമാണ്. വോട്ടുകളും മൊത്തത്തിലുണ്ടായ ഒരു സഹതാപ തരംഗവുമാണ് തോമസിനെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. പിന്നെ പരാജയപ്പെടുന്ന വേദന അതെന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആവശ്യത്തിനുള്ളത് പോലും പറഞ്ഞില്ലല്ലോ. നീ ഒരു 2 ദിവസത്തേക്ക് പുറത്തിറങ്ങണ്ട. എനിക്കിവിടെ 1-2 സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ വന്ന് കണ്ടു.